നമസ്കാരം. ഇന്ന് 2025 മാർച്ച് മാസം 12-ാം തീയതി. കേരള ചരിത്രത്തിൽ ഒരു മഹാസമാഗമത്തിന്റെ 100-ാം വർഷം തികയുകയാണ്. അതെ, 1925 മാർച്ച് മാസം 12-ാം തീയതിയാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ആ മഹാസമാഗമം ശിവഗിരി എന്ന പുണ്യഭൂമിയിൽ വെച്ച് നടന്നത്. ഗാന്ധിജിയോടൊപ്പം സി രാജഗോപാലാചാരി, മഹാദേവ ദേശായി, ഇ.വി. രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി എന്നിവരുമുണ്ടായിരുന്നു. വളരെ ആദരവോടുകൂടി ഗാന്ധിയെ ശിവഗിരി മഠം സ്വീകരിക്കുകയുണ്ടായി. ആ സമാഗമത്തിൽ ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് ദ്വിഭാഷിയായത് എൻ കുമാരനായിരുന്നു. ഐത്തോച്ചാടനം, സഞ്ചാര സ്വാതന്ത്ര്യം, മതപരിവർത്തനം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെപ്പറ്റി അവർ പരസ്പരം സംസാരിക്കുകയുണ്ടായി. ആ സംഭാഷണത്തിനിടയിൽ ശിവഗിരിയിലെ ശാരദാമഠത്തിനോട് ചേർന്നുള്ള മാവിലെ ഇലകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗാന്ധിജി ഗുരുവിനോട് ആ സംശയം ചോദിക്കുന്നുണ്ട്. ഈ മാവിലെ ഇലകൾ വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ പ്രകൃതിയാലെ തന്നെ വ്യത്യസ്തത പുലർത്തുന്നു. ഇതുപോലെ തന്നെ മനുഷ്യരും വിഭിന്നരല്ലേ എന്ന്. ഗുരു വളരെ മനോഹരമായി തന്നെ ഗാന്ധിജിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ആ ഇലകളെല്ലാം വിഭിന്നമായി തോന്നുന്നുവെങ്കിലും ആ ഇലകളുടെ എല്ലാം തന്നെ ചാറെടുത്ത് രസമെടുത്ത് രുചിച്ചു നോക്കിയാൽ എല്ലാത്തിനും ഒരേ സ്വാദായിരിക്കും. അതായത് കാഴ്ചയിൽ വിഭിന്നത തോന്നുന്നു എങ്കിലും ഗുണപരമായിട്ടെല്ലാം ഒന്നാണ്. ഗുരുവിന്റെ ഈ മറുപടിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. കാരണം 100 വർഷം കഴിഞ്ഞിട്ടും ഇന്നും മനുഷ്യരുടെ ഉള്ളിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിലുള്ള വേർതിരിവ് നിലനിൽക്കുന്നു. ജാതി മത വിഭാഗീയ ചിന്തകൾ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാക്കുകൾ വെളിച്ചം പകരട്ടെ. മനുഷ്യരെല്ലാം ബാഹ്യപ്രകൃതിയിലെ വ്യത്യസ്തരാണെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഒരേ അന്തസത്ത തന്നെയാണ് എന്ന സത്യം എല്ലാവരും തിരിച്ചറിയട്ടെ. ശിവഗിരി സന്ദർശനത്തിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഗാന്ധിജി ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി. മനോഹരമായ തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കാൻ ഇടയായതും പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സന്ദർശിക്കാൻ ഇടയായതും എന്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സാർവലൗകിക മനോഭാവത്തിൽ ഞാൻ ആകൃഷ്ടനായി എന്ന് ഗാന്ധിജി പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ യുഗസമാഗമത്തിന്റെ 100-ാം വർഷം തികയുന്ന ഈ ദിവസം ഗുരുവിനെയും ഗാന്ധിയെയും ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു.